പണ്ട് ഓവർകോട്ട് ഒക്കെ തുടങ്ങുന്നൊരു കാലഘട്ടത്തിൽ ഒരു കാൽ നൂറ്റാണ്ടിനടുത്തായിട്ടുണ്ടാവില്ലേ. ഈ കാൽ നൂറ്റാണ്ടിനടുത്തായിട്ട് പിന്നെ ഏഹ്, വളരെ ആഹ്, വളരെ വേഗതയാർന്നൊരു ചലനം, പിന്നെ ഒരു പ്രവേഗം നമ്മുടെ പിന്നെ സംവേദനങ്ങൾക്ക്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ പഴയ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇപ്പോഴത്തെ തലമുറ അത് പലപ്പോഴും പിന്നെ അവരുടേതായ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയും. പക്ഷേ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നതിനോട് ആ ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം പിന്നെ യൗവനപൂർണ്ണമായി ചിന്തിക്കുന്നവർക്കൊന്നും ഒരു ജനറേഷൻ ഗ്യാപ്പ് വരാൻ സാധ്യതയില്ല. പക്ഷേ പിന്നെ 2-3 കാലഘട്ടങ്ങൾ അടുത്ത് വീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ആളുകൾ പിന്നെ പഴയ പോസ്റ്റ് കാർഡിൽ നിന്ന് മെയിൻലൻഡിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയ പിന്നെ കോൺസെപ്റ്റുകളിലേക്ക് എത്തുന്നു, പുതിയ സംവേദനങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബ്ലിങ്ക് ഓഫ് എ ഐയിൽ പിന്നെ ആ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ പിന്നെ തമസ്കരിക്കപ്പെടുന്നില്ലേ എന്നുള്ളൊരു പിന്നെ ഭീതിയല്ല, ഒരു വിഷമമുണ്ട്. കാരണം പിന്നെ ടി പത്മനാഭനും പിന്നെ കെ പൊറ്റക്കാടും വൈക്കം മുഹമ്മദ് ബഷീറും എം കൃഷ്ണൻ നായരും ഇവരൊക്കെ അവരുടെ പിന്നെ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ ആ വായനകൾക്കിടയിലുള്ള അതിമനോഹരമായ മൗനം ആണ് പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നതും നമ്മളെ ചിന്താശീലരാക്കുന്നതൊക്കെ. നല്ല വായനകളിൽ നിന്ന്, ശ്രദ്ധാപൂർവമുള്ള വായനകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സമയമെടുത്ത് ആ മൗനം ആസ്വദിക്കുന്നതിലെ കൂടി സ്വന്തം സ്വാധ്യായത്തിലെ കൂടി വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ട്രെൻഡിൽ വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന റീലുകൾ, പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലുമൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആൾക്കാർക്ക് സ്ക്രോൾ അപ്പ് ആൻഡ് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് പിന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അവരുടേതായ രീതിയിൽ ഗ്രഹിക്കുക ഒരു കുഴപ്പം അതിലുണ്ട്. അത് മനഃശാസ്ത്രപരമായിട്ടും പിന്നെ സൈക്കോളജിക്കലി ആൻഡ് ഇൻ്റലക്ച്വലി പിന്നെ അത് വല്ലാത്തൊരു വിഷയം തന്നെയാണ്. കാരണം പിന്നെ ഈ പറയുന്ന ആൾ എന്താണോ സങ്കല്പിച്ചത്, അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളിൽ എന്തൊക്കെയാണോ ഉള്ളത്, അതൊന്നുമല്ല ഗ്രഹിക്കുന്നയാൾ ഗ്രഹിക്കുക. അദ്ദേഹം